ഹലോ മക്കൾസ്, വെൽക്കം ബാക്ക് ടു സൈലം, വെൽക്കം ബാക്ക് ടു ഹിന്ദി. മക്കളെ, ബാബു സാറാണേ. ഇന്ന് എല്ലാവർക്കും ഹിന്ദിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മക്കളെ, നമ്മൾ ലൈവിൽ ചട്പട് ഓർ നട്കട് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഗംഭീരമായിട്ട് പഠിച്ചു. ഓക്കെ, ഈ പാഠം എഴുതിയിരിക്കുന്നത് രമേശ് ഉപാധ്യായാണ്. ഒരു ചേട്ടൻ്റെയും അനിയൻ്റെയും സ്നേഹനിർഭരമായ കഥയാണ് നമ്മൾ ഇതിൽ പഠിച്ചത്. ഓക്കെ, ഈ പാഠവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായിട്ട് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യോത്തരങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എല്ലാം 4 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തയ്യാറാവാം, പഠിക്കാം. എല്ലാവരും ലൈക്ക് ചെയ്യാം. ഓക്കെ, നോക്കൂ മക്കളെ, ഈ പാഠത്തിൽ പ്രധാനമായി എത്ര കഥാപാത്രങ്ങളാണ് ഉള്ളത്? ഒന്ന് ചട്പടാണ്, ഒന്ന് ചട്പടാണ്, പിന്നെ ഒന്ന് നട്കടാണ്, ഒന്ന് മാം അല്ലെ. ആദ്യം ചട്പടുണ്ട്, പിന്നെ നട്കടുണ്ട്, പിന്നെ മാം. ഓക്കെ, യെസ്, ഓക്കെ. ഇവിടെ നമ്മൾ നട്കട് ഇങ്ങനെ മതി. ഓക്കെ, ചട്പട്, നട്കട്, മാം, ഇങ്ങനെ 3 കഥാപാത്രങ്ങളാണ് ഉള്ളത്. ഓക്കെ, ഇതിൽ ചട്പട് മുൻപിൽ ഓടുന്നയാളാണ് ചേട്ടൻ, നട്കട് അനുജനാണ്. ഓക്കെ, യെസ്. ഇനി നമ്മൾ നോക്കൂ, ഇവരുടെ വീടാണ് ഇത്. ഓക്കെ, ഇവരുടെ വീടാണ് ഇത്. ഈ വീട്ടിൽ നിന്ന് സ്കൂൾ വരെ അവർ പോകുന്നു. അവരുടെ നാട്ടിൽ സ്കൂളില്ല, മറ്റൊരു നാട്ടിലാണ് സ്കൂളുള്ളത്. പോകുന്ന സമയത്ത് അവരെന്തൊക്കെ വീട്ടിൽ നിന്ന് അവർ നേരെ പോക്കർ ഒരു കുളത്തിൻ്റെ അടുത്തൂടെയാണ് പോകുന്നത്. അത് കഴിഞ്ഞ് കുറേ പോകുന്ന സമയത്ത് ബർഗദ് വലിയ ഒരു ആൽമരത്തിൻ്റെ അടുത്തൂടെയാണ് അവർ പോകുന്നത്. ഓക്കെ, പേരാൽ. അത് കഴിഞ്ഞിട്ട് അവർ ഖേത്ത് ഒരു പാടത്ത് കൃഷിയൊക്കെ ചെയ്യുന്ന പാടത്തേക്ക് ഇറങ്ങുന്നു. അത് കഴിഞ്ഞ് കുറേ പോകുമ്പോൾ അവർക്ക് ബാഗ് മാമ്പഴങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന തോട്ടത്തെത്തുന്നു. അതും കഴിഞ്ഞ് കുറേ മുന്നോട്ട് പോകുമ്പോൾ നാല ഒരു തോട് ക്രോസ് ചെയ്ത് വേണം അവർക്ക് പോകാൻ. അതും കഴിഞ്ഞ് അവർ പോകുമ്പോൾ കുറേ കഴിയുമ്പോൾ ഒരു നദിയും കടന്നാണ് പോകുന്നത്. നദിയും കഴിഞ്ഞ് പോകുന്നത് പിന്നെ അപ്പുറത്ത് ലാസ്റ്റ് സ്കൂളാണ്. ഓക്കെ, അപ്പോൾ സ്കൂളിൻ്റെ തൊട്ടടുത്താണ് നദി കിടക്കുന്നത്, വീടിൻ്റെ തൊട്ടടുത്താണ് പോക്കർ കുളം കിടക്കുന്നത്. അങ്ങനെ അവർ ചേട്ടനും അനിയനും സ്കൂളിലേക്ക് പോകുമ്പോൾ നദിയിലെ ഓരോ കാഴ്ചകളും, അതുപോലെ തന്നെ കുളങ്ങളിലെ ഓരോ കാഴ്ചകളിലും, മരത്തിൻ്റെ ചുവട്ടിലും, അതുപോലെ തന്നെ പാടത്തിറങ്ങി കഴിക്കാവുന്ന പേരയ്ക്ക് അമരൂതൊക്കെ പൊട്ടിച്ചും ഇങ്ങനെ കുളത്തിലെ മീനുകളെ നോക്കിയാണ് അനുജൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ചേട്ടനാണെങ്കിൽ വേഗം പോകും. അങ്ങനെ പോയി ഒരു ദിവസം പോവുകയും വരികയും ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം നദിയിൽ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് കടലാസ് കൊണ്ട് തോണി ഉണ്ടാക്കി അനുജൻ, അതായത് നമ്മുടെ ചട്പട്, ഓക്കെ ചേട്ടനാണ് ചട്പട്, നട്കട് എന്ന് പറഞ്ഞ അനിയൻ കടലാസ് കൊണ്ട് തോണി ഉണ്ടാക്കിയിട്ട് പുഴയിൽ ഒഴുക്കി. ആ സമയത്ത് ചേട്ടൻ മുൻപിൽ നടന്നു പോവുകയാണ്. ആര്? ചട്പട്. കുറേ കഴിഞ്ഞിട്ട് അനിയനെ കാണാതെ പാലത്തിൽ തിരിഞ്ഞു നോക്കി, കാണുന്നില്ല. അപ്പോൾ താഴേക്ക് നോക്കി. താഴെ നോക്കുമ്പോൾ നമ്മുടെ ചട്പടാവട്ടെ താഴോട്ട് നോക്കുന്ന സമയത്ത് നട്കട് എന്ന് പറയുന്ന തൻ്റെ അനിയൻ കടലാസ് തോണി ഉണ്ടാക്കിയിട്ട് വെള്ളത്തിൽ ഒഴുക്കുകയും അവനിങ്ങനെ കൈകൊട്ടി ചിരിക്കുകയുമാണ് കാണുന്നത്. ആ സമയത്ത് ചേട്ടൻ ഒറ്റ വിളിയാണ്. ആരെ? ചോട്ടേ എന്ന് ചെറിയവനെ വിളിച്ചു. അത് കേട്ട് ഞെട്ടി നോക്കുമ്പോൾ ചേട്ടനെ കണ്ട് അവൻ ബാഗ് എടുക്കുന്ന സമയത്ത് കാല് വഴുതി പുഴയിൽ വീണു പോകുന്നു. അങ്ങനെ ചേട്ടനായ ചട്പട് ഓടിയിട്ട് അനുജനായ നട്കടിനെ പുഴയിൽ ചാടി രക്ഷിക്കുന്നു. അങ്ങനെ അവർ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവർ വസ്ത്രം ഉണങ്ങാൻ വേണ്ടിയിട്ട് അമ്മച്ചി അറിയാതിരിക്കാൻ വേണ്ടി ഓടിയാണ് പോകുന്നത്. അവസാനം അവർ വീടിൻ്റെ അടുത്തുള്ള അടുത്തെത്തുമ്പോൾ അവിടെ അനുജൻ കല്ലെടുത്തിട്ട് വളരെ വളരെ ചിപ്സ് ആകൃതിയിലുള്ള കല്ലെടുത്തിട്ട് വെള്ളത്തിലിരുന്നു. അത് ചും എന്ന് പറഞ്ഞു പോകുന്നു. അപ്പോൾ ചേട്ടൻ നമ്മുടെ ചട്പട് കല്ലെടുത്തെറിയുമ്പോൾ അങ്ങനെ ആവുന്നില്ല. അങ്ങനെ അവൻ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഓക്കെ, അതോടെ നമ്മളെ പാഠം അവസാനിക്കുകയാണ്. ഈ പാഠവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വരാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ബാത്ചിത്ത് ലിഖേ, സംഭാഷണം തയ്യാറാക്കൂ എന്ന് പറയുന്നത്. മക്കളെ, വളരെ പ്രധാനപ്പെട്ടാണ്, സ്കിപ്പ് ചെയ്യാതെ കാണുക. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ബാത്ചിത്ത് തയ്യാർ കീജിയേ അല്ലെങ്കിൽ വാർത്താലാബ് ലിഖേ എന്നൊക്കെ പറഞ്ഞു തരും. ബാത്ചിത്ത് എന്ന് പറഞ്ഞാൽ സംഭാഷണം, വാർത്താലാബ് എന്ന് പറഞ്ഞാൽ സംഭാഷണമാണ്. ഓക്കെ, ചോദ്യം എങ്ങനെയാണ്? മാൻ ലേ, മനസ്സിലാക്കൂ. നട്കടിനെ, ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യമാണിത്. നട്കട് ഗർ പഹുഞ്ച് വീട്ടിലെത്തിയിട്ട്, ആരാണ്? ചേട്ടനും അനിയനും വീട്ടിലെത്തിയിട്ട് അനുജൻ എന്ത് ചെയ്തു? നട്കട് ഗർ പഹുഞ്ച് വീട്ടിൽ ചെന്നിട്ട് രാസ്തയ്ക്ക് വഴിയിൽ വെച്ചുണ്ടായ സാരി മുഴുവൻ ഘടനായും സംഭവവികാസങ്ങളെയും മാംകു അമ്മച്ചിയോട് ബദാതി പറഞ്ഞു കൊടുത്തു. ചേട്ടനോട് നീ പറയുമോ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ് സങ്കടപ്പെട്ടവനാണ് അനുജൻ. അങ്ങനെ ചേട്ടൻ പറയില്ല എന്ന് പറഞ്ഞു. പക്ഷെ വീട്ടിലെത്തിയപ്പോൾ ആരാണോ പറയരുത് എന്ന് ചേട്ടനോട് പറഞ്ഞത് അതേ നട്കട് വീട്ടിൽ പോയിട്ട് അമ്മയോട് കാര്യം പറഞ്ഞു. അവൻ പറയുമ്പോൾ അത്ര പ്രശ്നം ഉണ്ടാവില്ല, അവനെക്കുറിച്ച് ചേട്ടൻ കംപ്ലൈൻറ്റ് ആകുമ്പോൾ വലിയ പ്രശ്നമാവുക. ഓക്കെ, എന്നിട്ടോ
ദോനോക്കെ അമ്മച്ചിയോട് വഴിയിലുണ്ടായ എല്ലാ കാര്യം പറഞ്ഞു കൊടുത്തു. ആ സമയത്ത് ദോനോക്കെ ബീച്ചിക്ക് അമ്മയുടെയും അനുജനായ നടുക്കടിന്റെയും ഇടയിലുള്ള ബാത്ചീത് സംഭാഷണ ലിഖയിൽ എഴുതാൻ 4 മാർക്കിന്റെ ചോദ്യമാണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് മക്കളെ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിത് ടെക്സ്റ്റ് ബുക്കിലെ പാഠഭാഗം കൃത്യമായി പഠിച്ച ഒരാൾക്ക് തന്നെ നമുക്കിത് കിട്ടും. എങ്കിൽ നോക്കൂ, നടുക്കട് പറയാണേ, അനുജനായ നടുക്കട് പറയാണ്, മാം മാം അമ്മയെ അമ്മയെന്ന് വിളിച്ചു. അപ്പോ അമ്മ പറയാണ്, ഹാം ബേട്ടാ, ആ മകനെ എന്ന് പറഞ്ഞു. അപ്പൊ നടുക്കട് പറഞ്ഞു, ആജ് ഇന്ന് സ്കൂളിൽ നിന്ന് ലൗട്ടത്തെ തിരിച്ചു പോരുന്ന സമയത്ത് ഡോട്ട് അമ്മച്ചി ഇന്ന് ഞങ്ങൾ സ്കൂളിൽ വിട്ട് വരുമ്പോണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ അവിടെ നിർത്തി. അപ്പൊ മാം ലൗട്ടത്തെ തിരിച്ചു വരുന്ന സമയത്ത് ക്യാ ഹുവാ, എന്ത് പറ്റി മോനെ? അപ്പൊ നടുക്കട് പറഞ്ഞു, മേം ഞാൻ നദിയുടെ മുകളിൽ, നദിയുടെ വെള്ളത്തിൽ, നാവേം തോണികളെ, ബഹാരഹാദ ഇങ്ങനെ ഒഴുക്കുകയായിരുന്നു അമ്മച്ചി. അപ്പൊ മാം അപ്പൊ നടുക്കട് പറഞ്ഞു, പാവ് എന്റെ കാല്, പാവ് എന്ന് പറഞ്ഞാൽ കാല്, ഫിസൽ കർ വഴുതിയിട്ട്, പാവ് ഫിസൽ കർ കാല് വഴുതിയിട്ട്, പാനീമേം വെള്ളത്തിൽ ഗിര ഞാൻ വീണു അമ്മേ എന്ന് പറഞ്ഞു. അപ്പൊ മാം തേരേക്കോ, അയ്യോ നിനക്ക്, തേരേക്കോ നിനക്ക്, തൈർന നീന്താൻ, നെഹി ആത്ത നിനക്ക് നീന്താൻ അറിയില്ല, തോ അപ്പോൾ എന്തു സംഭവിച്ചു, എന്തു ചെയ്തു എന്ന് ചോദിച്ചു. അപ്പൊ നടുക്കട് പറഞ്ഞു, മേം അമ്മച്ചി ഞാൻ ഡൂബത്തെ മുങ്ങി, ബഹത്തെ ഒഴുകി, ജാ രഹാദ പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു, ഞാൻ ഒഴുകി പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പൊ മാം, ഹേ ഈശ്വർ, അയ്യോ എന്റെ ദൈവമേ, ചട്പട് എടാ ചേട്ടനായ ചട്പട്, സാത്ത് മേ കൂടെ, ഇല്ലായിരുന്നുവോ, ധാ ആയിരുന്നു, ല ഇല്ലായിരുന്നുവോ, ചേട്ടനും കൂടെ ഇല്ലായിരുന്നു എന്ന് വെച്ചു. അപ്പൊ നടുക്കട് പറഞ്ഞു, ചട്പട് ഭയ്യാനെ, ചട്പട് ഭയ്യ എന്ന് പറഞ്ഞാൽ ചേട്ടൻ, ഭയ്യ എന്ന് ഹിന്ദിയിൽ പറഞ്ഞാൽ എന്താ, അരേ ഭയ്യ, അത് ചേട്ടാ എന്ന് പറയില്ല, അതാണ് ചട്പട് ഭയ്യാനെ, ചട്പട് ചേട്ടൻ, പാനീമേ ആ സമയത്ത് വെള്ളത്തിലേക്ക്, കൂത് കർ ചാടിയിട്ട്, മേരാ എന്റെ ജാൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ജീവൻ, ജാൻ ബച്ചായ രക്ഷിച്ചു അമ്മേ എന്ന് പറഞ്ഞു. അപ്പൊ മാം പറയാ, തേരാ നടുക്കടുപ്പൻ പർ, തേരാ നിനക്ക്, നടുക്കടുപ്പൻ നിന്റെ തേരാ നിന്റെ നടുക്കടുപ്പൻ പർ എന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിൽ, അഥവാ നിന്റെ കുസൃതി തരത്തിന്, സജാ പണിഷ്മെന്റ് മിൽനേക്ക കിട്ടാനുള്ള ജറൂത്ത്, നിനക്ക് കുറച്ച് കുസൃതി കൂടിയിട്ടുണ്ട്, നിന്റെ കുസൃതി പലപ്പോഴും ചേട്ടൻ പറഞ്ഞ സമയത്ത് ഞാൻ ഒഴിവാക്കി വിട്ട അനിയനല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കിയ, പക്ഷെ ഇത് കടന്ന കയ്യേപ്പി, നിനക്ക് കുറച്ച് പണിഷ്മെന്റ് കിട്ടുക തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പൊ നടുക്കട് പറഞ്ഞു, ക്ഷമാ കീജിയേ മാം, എന്നോട് ക്ഷമിക്കൂ അമ്മേ, ക്ഷമാ കീജിയേ മാം, ഫിർ ഇനി ജീവിതത്തിൽ ഞാൻ അച്ഛ നല്ല ബച്ച കുട്ടി, ബൻ ആയി ജാവുങ്ക മാറും, ഇനി ഞാൻ ജീവിതത്തിൽ ഒരു നല്ല കുട്ടിയായി മാറും, അമ്മ പറയുന്നതിൻ്റെ അപ്പുറം ഞാൻ പോകില്ല, ആ ചേട്ടൻ പറയുന്നതനുസരിച്ചേ ഞാൻ സ്കൂളിൽ പോവുകയും വരികയും ചെയ്യൂ, ഇത്തവണത്തേക്ക് എന്നോട് ക്ഷമിക്കൂ എന്ന് അവൻ ആദ്യമായിട്ട് അമ്മച്ചിയോട് അങ്ങ് പറഞ്ഞു. ചേട്ടൻ പറയരുത് എന്ന് ചേട്ടനോട് പറഞ്ഞ് വാക്കും കൊടുത്താണ്. ഓക്കെ, അപ്പോൾ അനുജൻ തന്നെ അങ്ങ് പോയി പറഞ്ഞു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കോൺവെർസേഷനിൽ ഒന്ന്. ഓക്കെ, അപ്പോൾ 4 മാർക്കിൻ്റെ ചോദ്യമാണ്. നമ്മൾ ഗംഭീരമായിട്ട് ഇത് പഠിക്കണം, നോട്ട് ബുക്കിലേക്ക് പകർത്തി എഴുതുക, സെറ്റാക്കി ഓരോ വാക്കിൻ്റെ അർത്ഥവും അവസരം പറഞ്ഞിട്ടുണ്ട്, സെറ്റാക്കി പഠിച്ച് ഗംഭീരമായിട്ട് എഴുതാൻ കഴിയണം. ഓക്കെ, യെസ്. ഇനി നമുക്ക് ചോദിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ്, നടുക്കട് കീ ഡയറി. നടുക്കട് എന്ന് പറഞ്ഞാൽ അനുജനാണല്ലോ, അവൻ വെള്ളത്തിൽ വീണ് പോയി, ജീവിതം മുന്നിൽ കണ്ടുപോയി. അതുവരെ അമ്മ പറഞ്ഞാലും ചേട്ടൻ പറഞ്ഞാലും അനുസരിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം രീതിയിൽ ഇങ്ങനെ സ്കൂളിലേക്ക് പോവുകയും വരികയും ചെയ്ത പയ്യനാണ്. പക്ഷേ അവന് പ്രകൃതി ഒരു അനുഭവം കൊടുത്തു, അതോടുകൂടി അനുസരിച്ച് ജീവിക്കണം എന്നുള്ളത് അനുബോധ്യപ്പെട്ടു. അപ്പം അന്ന് പുഴയിൽ വീണ് മരണം മുൻപിൽ കണ്ടപ്പോൾ ചേട്ടൻ ചാടി രക്ഷപ്പെടുത്തിയ ആ ദിവസം അവനൊരു ഡയറി എഴുതി. നമ്മുടെ നടുക്കട്, അനുജനായ നടുക്കട് ഒരു ഡയറി എഴുതി, ചടുപ്പടായ ചേട്ടൻ ജീവൻ രക്ഷിച്ചപ്പോൾ. നടുക്കട് എഴുതിയ, അനുജൻ എഴുതിയ ആ ഡയറി നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ ചോദിച്ചാൽ നമുക്ക് എങ്ങനെ എഴുതാം? നോക്കൂ മക്കളെ, ഒരു ഡയറി എന്ന സമയത്ത് ആദ്യം നമ്മൾ താരിഖ് എന്ന് എഴുതണം. താരിഖ് എന്ന വാക്കിന്റെ അർത്ഥം ഡേറ്റ് എന്നാണ്. ശരിക്കും നമ്മൾ ഡേറ്റ് ആണ് എഴുതേണ്ടത്, പക്ഷെ ഇതൊരു കഥയാണ്. ഈ കഥയിലെ കഥാപാത്രത്തിന് എന്നാണ് സംഭവിച്ചതെന്ന് നമുക്കൊരു ഡേറ്റ് എഴുതാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ കാര്യമല്ലല്ലോ എഴുതുന്നു, അങ്ങനെയാണ് നമുക്കൊരു ഡേറ്റ് എഴുതാം. പക്ഷേ നമ്മളിത് പരീക്ഷയ്ക്ക് നമ്മൾ എഴുതുമ്പോൾ ഡയറിയിൽ പാലിക്കേണ്ട നിയമം എന്താണ്? ഇവിടെ താരിഖ്, ഇവിടെ ഡേറ്റ് ആണ് എന്ന്
അപ്പോൾ അവിടെ ഡേറ്റ് താരിഖ് എന്ന രീതിയിൽ നമ്മൾ ഒന്നും എഴുതുന്നതിൽ വരയിട്ടേക്കുന്നു. ഇവിടെ ഡേറ്റിൻ്റെ സ്ഥലമാണ് എന്ന്. ഓക്കെ, എന്നിട്ട് അപ്പോൾ നമുക്ക് താരിഖ് ഇവിടെ എഴുതാം, ഇവിടെ വേണമെങ്കിൽ ഇവിടെയും എഴുതാം. പക്ഷെ സെൻറ്ററിലല്ല താരിഖ് എഴുതുക, അതൊരു ഹെഡിങ് ആയി പോകും. ഓക്കെ, അപ്പോൾ താരിഖ് എന്ന് എഴുതി. ഇനി നിങ്ങൾ കൃത്യമായിട്ട് കേൾക്കൂ, ഓരോ വാക്കിൻ്റെ അർത്ഥം കേൾക്കൂ. എങ്ങനെയാണെന്ന് നോക്കൂ, ശ്രദ്ധിക്കണേ. നോക്കൂ, നമ്മൾ ഡയറി എഴുതുന്ന സമയത്ത് സങ്കടം വന്നാലും സന്തോഷം വന്നാലും നമുക്ക് ആദ്യം എഴുതാൻ പറ്റുന്നൊരു വരി എന്താ? മക്കളെ നോക്കൂ. ആജ് കാ ഇന്നത്തെ ദിൻ ദിവസം മേ ഞാൻ ഭൂൽ മറക്കാൻ നെഹി ഇല്ല സക്ത പറ്റും എന്ന് പറഞ്ഞാൽ എന്താ? ഇന്നത്തെ ദിവസം എനിക്ക് മറക്കാൻ പറ്റില്ല. ആജ് കാ ദിൻ ഇന്നത്തെ ദിവസം, മേം ഭൂൽ നെഹി സക്ത ഇന്നത്തെ ദിവസം എനിക്ക് മറക്കാൻ കഴിയില്ല. അതേപോലെ ലോട്ടറി അടിച്ചാലും ശരി, മഹാ ട്രാജഡി ഉണ്ടായാലും ശരി. ഓക്കെ, അങ്ങനെ എഴുതി വെച്ചു. അഗർ ഒരു പക്ഷേ, അഗർ മേ ബി ഒരു പക്ഷേ, ആജ് ഇന്ന്, ഭയ്യ ചേട്ടൻ, പീച്ചെ പിന്നോട്ടേക്ക്, മുടുക്കർ തിരിഞ്ഞിട്ട്, നെഹി ഇല്ല ദേക്കേൻ തോ നോക്കിയിരുന്നുവെങ്കിൽ, ഇല്ല നോക്കിയിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ? നോക്കിയില്ലായിരുന്നുവെങ്കിൽ, മേം ഞാൻ, ഡൂബ് കർ മുങ്ങിയിട്ട്, ബഹ്ജാത്ത ഒഴുകിപ്പോകുമായിരുന്നു, അവർ അതുപോലെ തന്നെ മർജാത്ത ഞാൻ മരിച്ചു പോവുകയും ചെയ്യുമായിരുന്നു. ചേട്ടൻ ഒന്ന് തിരിഞ്ഞു നോക്കിയില്ലായിരുന്നെങ്കിൽ എന്താ സ്ഥിതി? ചേട്ടൻ ഇനിയും അങ്ങ് 1 കിലോമീറ്റർ നടന്നിട്ടാ തിരിഞ്ഞു നോക്കാൻ പോകുന്നെങ്കിലോ വലിയ പ്രശ്നമാണ്. അപ്പൊ അവന്റെ ശ്രദ്ധയാണ് ഇന്ന് എൻ്റെ ജീവൻ രക്ഷിച്ചതിന് കാരണം, അല്ലാതെ എനിക്ക് നീന്താൻ അറിയില്ല. അവന്റെ കരുതലാണ് എൻ്റെ ജീവൻ അവനോട് കടപ്പെട്ടിരിക്കുന്നു. രോജ് ഡെയിലി സ്കൂളിലേക്ക്, ആനേ ജാനെ, ആന വരിക, ജാന പോവുക എന്നുള്ള ക എന്നല്ല ഇന്റെ. അപ്പൊ ആനേ ജാനേക്ക വരാനും പോകാനുമുള്ള, തരീക്കേപ്പർ എൻ്റെ രീതിയിൽ, എൻ്റെ പെരുമാറ്റത്തിൽ, എൻ്റെ സമ്പ്രദായത്തിൽ, സിസ്റ്റത്തിൽ, തരീക്കേപ്പർ, ഭയ്യ ചേട്ടൻ, ഗുസ്സ ദേഷ്യം കർത്തേരി, ഞാൻ ദിവസവും സ്കൂളിലേക്ക് പോവുകയും വരികയും ചെയ്യുന്ന സമയത്ത് എൻ്റെ ഈ പോക്കൊൻ്റെ വരവിൻ്റെ രീതി ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിൽ എപ്പോഴും ചേട്ടനായ ചടുപ്പട് ദേഷ്യം പിടിക്കുമായിരുന്നു. ഗുസ്സ കർത്തേരി ദേഷ്യം പിടിക്കുമായിരുന്നു. അവർ എന്നിട്ട് കൂടാതെ മാംസെ അമ്മച്ചിയോട്, ഷിക്കായത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം പരാതി. ഷിക്കായത്ത് എന്താണ്? പരാതി. ഭി പരാതിയും, പരാതി ഭി, ഷിക്കായത്ത് ഭി പരാതിയും കർത്തേത് ചെയ്യാറുണ്ടായിരുന്നു. എന്തിനാ അമ്മച്ചിയോട് പരാതി പറയുന്നത്? എന്നെ 2 പൊട്ടിക്കാനല്ല, എൻ്റെ ജീവൻ്റെ അപകടം വരാതെയും ഞാൻ നേരെ വഴിക്ക് നടന്ന് ലക്ഷ്യത്തിലെത്തുക എന്നുള്ള ഉദ്ദേശമാണ് ചേട്ടനുണ്ടായിരുന്നത്, അല്ലേ? അപ്പോൾ ഷിക്കായത്ത് ഭി കർത്തേത്. ഫിർ ബി ഇങ്ങനെയൊക്കെയാണെങ്കിലും എന്നിട്ടും, ഉസ്കെ അന്തർ അവൻ അമ്മച്ചിയോട് പരാതി പറയും, എന്നാലും ഉസ്കെ അന്തർ അവൻ്റെ അകത്ത്, മുജ്സെ എന്നോട്, ബഹുത്ത് വളരെയധികം, പ്യാർ ഹെ സ്നേഹമുണ്ട്, അടക്കാനാവാത്ത അപാരമായ സ്നേഹവും കരുതലും എന്നെ കുറിച്ചുണ്ട്. അതുകൊണ്ട് എനിക്കൊന്നും പറ്റാതിരിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അമ്മച്ചിയോട് അവൻ ഇങ്ങനെ പറഞ്ഞത്. അവൻ മുച്ചേ എന്നെ കിത്തന എത്രമാത്രം, ദേഖ്ബാൽ കർത്തേ ഹെ. ദേഖ്ബാൽ എന്ന് പറഞ്ഞാൽ മേൽനോട്ടം, സംരക്ഷണം, കരുതൽ എന്നീ അർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുക. ദേഖ്ബാൽ മേൽനോട്ടം, സംരക്ഷണം, കരുതൽ. അവൻ മുച്ചേ അവൻ എന്നെ, കിത്തന എത്രമാത്രം, ദേഖ്ബാൽ കർത്തേ കരുതലോടുകൂടി നോക്കുന്നു, അവൻ എന്നെ എത്രമാത്രം ശ്രദ്ധിക്കുന്നു. മേം ആജ് ഞാൻ ഇന്ന്, സച്ചുമേ സത്യത്തിൽ, ഡർ ഗയ സത്യത്തിൽ ഞാൻ ഇന്ന് ശരിക്കും പേടിച്ചു. ആരാണ് മരണം മുൻപിൽ കണ്ടിട്ട് രക്ഷപ്പെടാൻ മാർഗമില്ല എന്ന് വിചാരിക്കുമ്പോൾ എന്താ പറയുക, ടെൻഷൻ അടിക്കാത്തത് ആരാളുള്ളത്? ഡർ ഗയ പേടിച്ചു പോകാത്ത ആരാളുള്ളത്? മൗത്ത് മരണം, സാമനെ ഹി മുൻപിൽ, ഹി തന്നെ, ദേക്ക കറക്റ്റ് മരണത്തിനെ ഞാൻ മുൻപിൽ കണ്ടു. അതുകൊണ്ട് ആജ് ഇന്ന്, മേ ഞാൻ, പ്രൺ ശബ്ദം ലേത്താഹും എടുക്കുന്നു, ഞാൻ ഇന്ന് ശബ്ദം എടുക്കുകയാണ്. ആജ് മേ പ്രൺ ലേത്താഹും ഇന്ന് ഞാൻ ശബ്ദം എടുക്കുകയാണ്. കീ എന്ന് പറഞ്ഞാൽ ഇടതുവശത്ത് വഴിയുള്ള കീയുടെ അർത്ഥമാണെങ്കിൽ എന്തെന്നാൽ, മേ ആജ് പ്രൺ ലേത്താഹും ഞാൻ ഇന്ന് ശബ്ദം ചെയ്യാണ്. ഇടതുവശത്ത് വഴിയുള്ള കീയുടെ അർത്ഥം എന്തെന്നാ ഫിർ സേ ഇനി മുതൽ, ഭയ്യാക്കെ ചേട്ടന്റെ, സാത്ത് കൂടെ ചേർന്ന് നിന്നുകൊണ്ട് മാത്രം, നടുക്കടുപ്പൻ സകല കുസൃതിത്തരങ്ങളും, നടുക്കടെന്നാണ് അവന്റെ പേര്, നടുക്കടുപ്പൻ എന്ന് പറഞ്ഞാൽ സകല കുസൃതിത്തരങ്ങളും, ചോഡ്കർ ഉപേക്ഷിച്ചിട്ട്, സ്കൂളിലേക്ക്, ആത്തേ ജാത്തേ രഹുങ്ക വരികയും പോവുകയും ചെയ്യും. തീരുമാനമായി, ഇനി ഞാൻ ഒരു കുസൃതിയും കളിക്കുകയില്ല എന്ന് അവൻ മരണം മുൻപിൽ കണ്ടപ്പോൾ അന്ന് നടുക്കടെ എഴുതിയ ഡയറിയാണ്. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്, 4 മാർക്കിന്റെ ചോദ്യം. മാനസാന്തരം ഉണ്ടായി. ഇനി ഞാൻ അമ്മ പറഞ്ഞതും ചേട്ടൻ പറഞ്ഞതും ഒക്കെ എന്താണെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. അനുസരണയോടുകൂടി കൃത്യമായി വരികയും പോവുകയും വേണം. അതിന് വിരുദ്ധമായി ഞാൻ പ്രവർത്തിച്ചാണ് എൻ്റെ മരണം മുൻപിൽ കണ്ടുപോയത്. പക്ഷെ അപ്പോഴും ചേട്ടൻ എന്നെ കരുതലോട് നോക്കിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഡെത്ത് സംഭവിച്ചേനെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എഴുതുന്ന ഡയറിയാണ്. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ്, 4 മാർക്കിന്. ഓക്കെ, ഇനി ഈ പാഠവുമായി ബന്ധപ്പെട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന മറ്റൊരു ചോദ്യമാണ്. വളരെ 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 പ്രധാനപ്പെട്ടാണ്. നമുക്ക് ക്വാർട്ടർലി എക്സാമിനേഷന് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്.
പോസ്റ്റർ തയ്യാർ കീജിയെ, നിങ്ങൾ പോസ്റ്റർ തയ്യാർ കരേം, ഒരു പോസ്റ്റർ സൃഷ്ടിക്കൂ എന്നാണ്. എന്താണ് ആ പോസ്റ്റർ? ചടുപ്പടിനെ, അതായത് ചേട്ടൻ, നദീമേ, നദിയിൽ കൂതുകർ എന്ന് പറഞ്ഞാൽ ചാടിയിട്ട്, നദിയിലേക്ക് കൂതുകർ ചാടിയിട്ട്, നടുക്കടുക്കി, അനുജനായ നടുക്കടിന്റെ ജാൻ, ജീവൻ ബച്ചായി രക്ഷിച്ചു. ചേട്ടൻ നദിയിൽ ചാടി അനുജന്റെ ജീവൻ രക്ഷിച്ചു. ചടുപ്പട് നദിയിൽ ചാടിയിട്ട് നടുക്കടിന്റെ ജീവൻ രക്ഷിച്ചു. മാല്ലേ, നിങ്ങളൊന്ന് മനസ്സിലാക്കൂ, നിങ്ങൾ നോക്കിക്കൂ. ഈസ്പർ, ഈ ഒരു സാഹചര്യത്തിൽ സ്കൂളിൽ ബധായി സമാരോഹ് ഒരു അഭിനന്ദന പ്രോഗ്രാം. ആരെ അഭിനന്ദിക്കുക? എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആദരിക്കൽ ചടങ്ങ്. ബധായി സമാരോഹ് ആദരിക്കൽ ചടങ്ങാണ്. ഓക്കെ, അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി സ്കൂൾ തീരുമാനിച്ചു. ഇസ്കേലി ഇതിനു വേണ്ടി പോസ്റ്റർ തയ്യാറാക്കി, ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ എല്ലാ ക്ലാസ്സിലെ കുട്ടികളും വരണം, അധ്യാപകരൊക്കെ അറിഞ്ഞ് അന്ന സംഭവം അറിയണം. അപ്പോൾ അതിനു വേണ്ടി ഒരു പോസ്റ്റർ ഉണ്ടാക്കണം. ആ പോസ്റ്റർ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് 4 മാർക്കാണ്. ഇത്തരം ഒരു സന്ദർഭത്തിൽ നിങ്ങളോടൊരു പോസ്റ്റർ ഉണ്ടാക്കണം പറഞ്ഞാൽ ആ പോസ്റ്റർ 9th സ്റ്റാൻഡേർഡ് ക്ലാസ് റൂമിൽ നിങ്ങൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ സ്കൂൾ ക്യാമ്പസിൽ ഈ പോസ്റ്റർ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കും? 4 മാർക്കിൻ്റെ ചോദ്യമാണ്. ഓക്കെ, അവൻ്റെ ധീരതയെ അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ പോവുകയാണ്. അങ്ങനെ ചോദിച്ചാൽ ആ പോസ്റ്റർ നമ്മൾ എങ്ങനെ ഇതാ നോക്കൂ. പേപ്പറിൻ്റെ മിനിമം ഒരു 1/2 പേജ് ഭാഗത്തെങ്കിലും ഈ പോസ്റ്റർ ഉണ്ടായിരിക്കണം. ഓക്കെ, പേപ്പറിൻ്റെ നമ്മൾ 1/2 പേജ് ഭാഗത്തെങ്കിലും എന്തുണ്ടാവണം, ഇപ്പോൾ നമ്മളെ പോസ്റ്റർ ഉണ്ടായിരിക്കണം. ഓക്കെ, അല്ലാതെ ബസ് ടിക്കറ്റ് പോലെ എഴുതിയാൽ പോരാ. ഓക്കെ, നോക്കൂ എന്താണ് നമ്മൾ എഴുതുന്നത് നോക്കൂ. നദീമേ, നദിയിൽ കൂതുക്കർ ചാടിയിട്ട് നടുക്കടുക്കി, നടുക്കടിൻ്റെ ജാൻ എന്ന് പറഞ്ഞാൽ ജീവൻ, ബച്ചായെ എന്ന് പറഞ്ഞാൽ രക്ഷിച്ച, ചടുപ്പടുക്കൂ, ചടുപ്പടിനെ, നദിയിൽ ചാടി, അതാണ് നദിയിൽ ചാടിയിട്ട് നടുക്കടിൻ്റെ ജീവൻ രക്ഷിച്ച ചടുപ്പടിനെ, ഗുരുജനവും പഠിപ്പിക്കുന്ന അധ്യാപകരും അതുപോലെ തന്നെ സഹപാഠികളുടെയും അഭിനന്ദനം, അതായത് എല്ലാവരുടെയും മുൻപിൽ വെച്ചിട്ട് അവന് അഭിനന്ദനങ്ങൾ ചൊരിയാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, ആ പരിപാടിക്കിട്ട പേര് ബധായി സമാരോഹ്. ബധായി സമാരോഹ് അഭിനന്ദന പരിപാടി. സമാരോഹ് എന്ന് പറഞ്ഞാൽ പരിപാടി. ഓക്കെ, ഒരു സമാരോഹ് ഉണ്ടായിരുന്നു, ഒരു പരിപാടി ഉണ്ടായിരുന്നു. ബധായി അഭിനന്ദനം അല്ലേ, അഭിനന്ദനങ്ങൾ അല്ലേ, അഭിനന്ദന സമാരോഹ്, അഭിനന്ദന പരിപാടി ഉണ്ടാവും. ഓക്കെ, എന്നാണ് നമ്മൾ ഡേറ്റ് നമ്മളങ്ങ് ഫിക്സ് ചെയ്യുന്നത്. 10 ജൂൺ 2026, ജൂൺ മാസം 10-ാം തീയതി. ഓക്കെ, സബേരെ 10 ബജെ, രാവിലെ അസംബ്ലിയൊക്കെ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ അസംബ്ലി സമയത്ത് അതിലാണ് 10 ബജെ, 10 മണിക്ക്. ഇനി മറ്റെന്തെങ്കിലും ടൈം വേണമെങ്കിൽ നിങ്ങൾക്ക് 4 ബജെ എന്നൊക്കെ വെക്കാം, അല്ലെങ്കിൽ 2 ബജെ എന്നൊക്കെ. GUP സ്കൂൾ. ഓക്കെ, GUP സ്കൂൾ ഡാഷ് മേ, ഡാഷിൽ. ഓക്കെ, എന്നിട്ട് സബ്കാ സ്വാഗതം, എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഇങ്ങനെ നമുക്ക് വെക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ പോസ്റ്റർ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എത്ര മാർക്കാണ്? 4 മാർക്കാണ്. ആ GUP സ്കൂൾ ഡാഷ് മേ, ഇവിടെ നിങ്ങൾ സ്കൂളിൻ്റെ പേര് എഴുതിക്കൊള്ളണമെന്നില്ല. ഓക്കെ, ഇവിടെ നമ്മൾ സ്കൂളിൻ്റെ പേര് എഴുതാനുള്ള സ്പേസ് ആണ്, അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഈ കുട്ടികളെ അഭിനന്ദനം അർപ്പിക്കുന്നത്. ഓക്കെ, ബധായി സമാരോഹ്. എന്നിട്ട് അത് എഴുതിയതിന് ശേഷം നമ്മൾ അവസാനം എഴുതുന്നു സബ്കാ സ്വാഗത്, എല്ലാവർക്കും സ്വാഗതം, നിർബന്ധമായിട്ടും ഇത് എഴുതണം. അങ്ങനെ എഴുതുമ്പോൾ മാത്രമാണ് നമുക്ക് 4 മാർക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പഠിച്ചാൽ ആ 4 മാർക്ക് സെറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നമുക്ക് ഗംഭീരമായിട്ട് നമ്മുടെ ബാച്ചിൽ ഇത് മാത്രമല്ല 4 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻസേ ഞാനിവിടെ കാണിച്ചിട്ടുള്ളൂ. ഇനിയും 4 മാർക്കുള്ള 3-4 ചോദ്യങ്ങൾ ഈ പാഠവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. നിരവധി ഗ്രാമർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, മാച്ച് ദ ഫോളോയിങ്സ് ഉണ്ട്, വാക്യവിസ്താരമുണ്ട്. ഇതൊക്കെ ഈ പാഠവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളതാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ ഗംഭീരമായിട്ട് പഠിക്കണം. നമ്മുടെ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. നമ്മൾ 2.0 ബാച്ച് നമ്മൾ നിഞ്ച ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൽ തുടക്കമുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് വീണ്ടും കിട്ടും. അപ്പോൾ അതുകൊണ്ട് 2ാമത്തെ ബാച്ചിലേക്ക് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുക. നമ്മൾ ഗംഭീരമായിട്ട് പഠിക്കണം. 9th സ്റ്റാൻഡേർഡ് ഗംഭീരമാകുമ്പോൾ എല്ലാ സബ്ജക്റ്റും നല്ല സബ്ജക്റ്റിനെ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുമ്പോൾ മാത്രമേ അടുത്ത വർഷത്തെ 10th സ്റ്റാൻഡേർഡിൽ നമ്മൾ ക്ലാസ് ഇരിക്കുമ്പോൾ എന്തെങ്കിലും തലയിൽ കയറുകയുള്ളൂ, മനസ്സിലാക്കാനും പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകർ, നമുക്ക് ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകർ തയ്യാറാക്കുന്ന നോട്ടുകൾ നിങ്ങൾക്ക് DPP കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ മൈൻഡ് മാപ്പ് കിട്ടുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്, നോട്ട്സുകളുണ്ട്, ഷോർട്ട് വീഡിയോസ് ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്. എല്ലാം നിങ്ങൾ ഗംഭീരമായിട്ട് ബാച്ചിൽ കൂടുതലായിട്ട് മനസ്സിലാക്കിയിട്ട് നമുക്ക് സെറ്റാക്കാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. നമുക്ക് 9995 400 800 എന്ന് പറഞ്ഞ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക.